ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ഹമാസ് ഗാസ തലവൻ മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി സ്ഥിരീകരിച്ച് രംഗത്ത് വരികയുണ്ടായി. ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ തിരയുന്നവരിൽ ഒരാളും ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനുമാണ് മുഹമ്മദ് സിൻവാർ എന്ന വ്യക്തി. മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നെതന്യാഹുവിന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആദ്യ നേരിട്ടുള്ള സ്ഥിരീകരണത്തെ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്ന ഇസ്രായേലി ആക്രമണം തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിക്ക് താഴെയുള്ള ഒരു ഭൂഗർഭ കമാൻഡ് കോമ്പൗണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ശരിക്കും നടന്നിരുന്നത്. അവിടെ അദ്ദേഹം ഒളിച്ചിരിക്കുന്നുവെന്നായിരുന്നു കരുതപ്പെടുകയും ചെയ്തിരുന്നത്. ഹമാസിന്റെ റഫ ബ്രിഗേഡിന്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഷബാനെയും ഇതേ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല 2024 ഒക്ടോബറിൽ സഹോദരൻ യഹ്യ സിൻവാറിന്റെ മരണശേഷം മുഹമ്മദ് സിൻവാർ ഗാസയുടെ ദക്ഷിണ മേഖലയുടെ ഒരു മുതിർന്ന നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് യഹ്യ. ഇത് ശരിക്കും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനും വലിയ രീതിയിൽ കാരണമായി തീർന്നു. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിൽ അദ്ദേഹത്തിന്റെ മരണം ശരിക്കും ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. മുഹമ്മദ് സിൻവാർ വളരെ കാലമായി ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അതിന്റെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പദവികൾ കൂടുതൽ ഉയരുകയായിരുന്നു. ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മാറുകയും വെടിനിർത്തൽ ബന്ദികളുടെ മോചനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായി മാറുകയും ചെയ്തിരുന്നു. യുദ്ധത്തിലുടനീളം ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുന്നതിലാണ് ഇസ്രായേൽ കൂടുതലും ശ്രദ്ധ നൽകിയിരുന്നത്. സിൻവാർ സഹോദരന്മാർക്ക് പുറമെ സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനെയും രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയെയും ഇസ്രായേൽ വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ 11 ആഴ്ചത്തെ ഉപരോധത്തിന് ശേഷം പരിമിതമായ അളവിൽ ഗാസയിലെ മനുഷ്യർക്ക് സഹായം എത്തിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിനിടെ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം യഥാർത്ഥത്തിൽ നടത്തിയത് വലിയ രീതിയിലുള്ള വെടിവയ്പായിരുന്നു. ഈ ആക്രമണത്തിൽ കുറഞ്ഞത് 3 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല 46 പേർക്ക് പരുക്കുമേറ്റു. 7 പേരെ കാണാതായി എന്ന് ഗാസയിലെ അധികൃതർ തന്നെ അറിയിക്കുകയുണ്ടായി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഒരു വിവാദ സംഘടന സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. ചൊവ്വാഴ്ച തെക്കൻ നഗരമായിട്ടുള്ള റാഫയിലായിരുന്നു ഹൃദയഭേദകമായ ഈ സംഭവം അരങ്ങേറിയതും. കൂടാതെ സഹായങ്ങൾ വിതരണം നടത്തിയിരുന്ന സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സംഭവം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ വിതരണ സ്ഥലത്തിന് പുറത്തുള്ള പ്രദേശത്ത് തങ്ങളുടെ സൈന്യം വെടിയുതിർത്തതായി നിയന്ത്രണം പുനഃസ്ഥാപിച്ചതായും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി. ഈ സംഭവം ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും ഗാസയിലെ സഹായങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനത്തിന് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലും US-ഉം GHF-നെ പ്രതിരോധിക്കുന്നത് യഥാർത്ഥത്തിൽ തുടരുകയാണ്. GHF സ്ഥാപിച്ച സഹായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഹൃദയഭേദകവുമാണ്. ഈ കാര്യം UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും റാഫയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികളെ അപലപിച്ച് രംഗത്ത് വരികയുണ്ടായി. മീഡിയ ഓഫീസ് ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയ കാര്യം എന്നത് സഹായം നൽകാനെന്ന വ്യാജേന ഈ സ്ഥലങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി പട്ടിണി കിടക്കുന്ന സാധാരണക്കാർക്ക് നേരെ ആ പ്രദേശങ്ങളിലോ പരിസരങ്ങളിലോ നിലയുറപ്പിച്ചിരുന്ന അധിനിവേശ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു എന്ന തരത്തിലാണ്. ശരിക്കും റാഫേൽ നടന്നത് മനഃപൂർവ്വമായ കൂട്ടക്കൊലയും അതുപോലെ പൂർണ്ണമായ യുദ്ധക്കുറ്റവുമാണെന്നുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. 90 ദിവസത്തിലധികം ഉപരോധത്തെ തുടർന്ന് പട്ടിണി കിടന്ന ദുർബലരായ സാധാരണക്കാർക്കെതിരെയാണ് ഈ ക്രൂരത ഇസ്രായേൽ യഥാർത്ഥത്തിൽ ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ അധിനിവേശം മനഃപൂർവ്വം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിന് ഈ സംഭവം നിഷേധിക്കാനാവാത്ത ഒരു തെളിവാണെന്ന് ഗാസയിലെ ഗവൺമെന്റും മീഡിയ ഓഫീസും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. കൂടാതെ ഈ സംഭവം നടന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീൻ കുടുംബങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന വിതരണ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല സന്തോഷകരമെന്ന് പറയട്ടെ, ഞങ്ങൾ അത് വീണ്ടും നിയന്ത്രണത്തിലാക്കി എന്നായിരുന്നു നെതന്യാഹു നടത്തിയ പ്രതികരണവും. ഗാസ മുൻപിൽ പോഷകാഹാരക്കുറവിന് തെളിവില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മാത്രമല്ല യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു മെലിഞ്ഞ ആളെ പോലും നിങ്ങൾ കാണുന്നില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഗാസയിൽ മാധ്യമപ്രവർത്തകന്റെ വീടിന് മുകളിൽ ബോംബിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. ഗാസയിൽ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഉസാമ അൽ അർബീദിന്റെ വീടിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 8 പേർ മരണപ്പെടുകയും ചെയ്തു. കൂടാതെ അർബീദ് അത്ഭുതകരമായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും വലിച്ചെടുക്കേണ്ട അവസ്ഥയായിരുന്നു. കൂടാതെ
പുലർച്ചെ മുതൽ മാത്രം ഇസ്രയേൽ 15-ലേറെ മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരികയുണ്ടായി. മാത്രമല്ല, ജാസിം ഇബ്രാഹിം അൽ സദയാണ് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത്. ഗാസയിൽ സഹായത്തിനായി കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് നടത്തിയ വെടിവയ്പിൽ 3 പാലസ്തീനികളും കൊല്ലപ്പെടുകയുണ്ടായി. മാത്രമല്ല, ഈ ആക്രമണത്തിൽ 46 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ സാഹചര്യത്തിനിടെ US മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ USം തന്റെ നിലപാട് മാറ്റുമെന്നാണ് പുറത്തുവരുന്ന സൂചനകളെല്ലാം തന്നെ. മുതിർന്ന US ഉദ്യോഗസ്ഥർ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് എടുത്തതായിട്ടും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്.